നമ്മളിൽ എല്ലാവരും തന്നെ പലതരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ ദിവസേന ഉപയോഗിക്കാറുണ്ട്. എന്നാൽ അവയിൽ ഒന്നെങ്കിലും എങ്ങനെയാണ് ഉൽപ്പാദിപ്പിക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ ചില ഉൽപ്പന്നങ്ങളുടെ ചേരുവകളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ നിങ്ങൾ ഞെട്ടിപ്പോകും. അങ്ങനെയുള്ള 5 ഉൽപ്പന്നങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്പർ 5, ഗമ്മി ബിയേഴ്സ്. നമ്മളിൽ എല്ലാവരും തന്നെ ജെല്ലി ബിയറുമായി ആകർഷിക്കപ്പെട്ടിട്ടുള്ളത് ഒന്നെങ്കിൽ അതിൻ്റെ നിറമോ അല്ലെങ്കിൽ അതിൻ്റെ ജെല്ലി എന്ന പ്രത്യേകതയോ ആണ്. ഇനി നിങ്ങളൊരു ജെല്ലി ബിയർ കഴിക്കുന്നതിന് മുന്നേ ചിന്തിച്ചു നോക്കുക അവയിൽ എന്തൊക്കെയാണ് ചേർത്തിട്ടുള്ളതെന്ന്. അവയിൽ ഷുഗർ സിറപ്പ്, വെള്ളം പോലുള്ളവ മാത്രമല്ല, അതിൽ ജലാറ്റിനും അടങ്ങിയിട്ടുണ്ട്. സാധാരണയായി ഇവ മഞ്ഞ നിറത്തിലുള്ള സുഗന്ധമില്ലാത്ത ക്രിസ്റ്റൽ പോലെയാണ് കാണപ്പെടുന്നത്. നിങ്ങൾക്ക് ജലാറ്റിൻ എങ്ങനെയാണ് നിർമ്മിക്കുന്നത് എന്നറിയാണോ? പന്നിയിൽ നിന്നും അതുപോലെ തന്നെ പശുവിൽ നിന്നുമുള്ള എല്ലിൽ നിന്നും അതിൻ്റെ തൊലിയിൽ നിന്നുമാണ് ഇവ നിർമ്മിക്കുന്നത്. കൂടാതെ ഇവ ചിലപ്പോൾ ഇറച്ചി മാലിന്യങ്ങളിൽ നിന്ന് നിർമ്മിക്കാറുണ്ട്. ഈ തൊലിയും എല്ലും ഒക്കെ ഉണക്കി പൊടിച്ചാണ് ജലാറ്റിൻ്റെ രൂപത്തിലാക്കിയെടുക്കുന്നത്. എന്തുകൊണ്ടാണ് അവർ ഇത്തരത്തിൽ ജലാറ്റിൻ നിർമ്മിക്കുന്നതെന്ന് അറിയാണോ? കാരണം അനിമൽ വേസ്റ്റ് വളരെ തുച്ഛമായ വിലയിലാണ് അവർക്കിത് ലഭിക്കുന്നത്. ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഇനി ഇത് കഴിക്കണോ? നമ്പർ 4, ക്രാബ് ബാഗ്സ്. നിങ്ങളെല്ലാവരും തന്നെ ക്രാബ് സ്റ്റിക്സ് ഒക്കെ കഴിച്ചിട്ടുണ്ടാവും. പക്ഷേ അവയിൽ ക്രാബിൻ്റെ അളവ് എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയണോ? 0. നിങ്ങൾക്ക് വാസ്തവത്തിൽ വിശ്വസിക്കാൻ പ്രയാസമായിരിക്കുമല്ലേ? ശരിക്കും ഇതിൽ ഞണ്ട് ഉപയോഗിക്കുന്നില്ല. വാസ്തവത്തിൽ ഈ ക്രാബ് സ്റ്റിക്ക് ജപ്പാനിൽ നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് കണ്ടുപിടിച്ച മത്സ്യബലപ്രയോഗം മാത്രമാണ്. പക്ഷേ അവ മറ്റു രാജ്യങ്ങളിൽ വളരെയധികം പ്രശസ്തിയിലൊന്നും ആയിരുന്നില്ല. അതിനാൽ ജാപ്പനീസുകാർ ഇതിൽ പലതരത്തിലുള്ള മറ്റു ചേരുവകളിൽ ചേർത്ത് രസം വർദ്ധിപ്പിക്കാൻ തുടങ്ങി. നമ്പർ 3, പ്രിങ്കിൾസ്. നമ്മളിൽ എല്ലാവർക്കും തന്നെ സുപരിചിതമായ ഒരു ചിപ്സ് ആണല്ലേ പ്രിങ്കിൾസ്. പ്രിങ്കിൾസ് എന്ന് പറയുന്നത് മുറിച്ച് എണ്ണയിൽ വറുത്ത വെറും ഉരുളക്കിഴങ്ങ് മാത്രമാണെന്ന് എല്ലാവരും വിശ്വസിക്കുന്നത്. എന്നാൽ വാസ്തവത്തിൽ അത് അങ്ങനെയല്ല. ഈ ഉൽപ്പന്നത്തിൽ വെറും 40% മാത്രമേ ഉരുളക്കിഴങ്ങുള്ളൂ. ബാക്കി എന്താണെന്നല്ലേ? അവ മുഴുവൻ വേറെ തരത്തിലുള്ള മാവുകളാണ്. നമ്പർ 2, ജ്യൂസ്. എല്ലാ ജ്യൂസ് ബോക്സിന് മുകളിലും അത് 100% നാച്ചുറൽ ആണെന്ന് എഴുതിയിട്ടുണ്ടാവും. എന്നാൽ നിങ്ങൾ അത് കുടിച്ചാൽ അതിൻ്റെ രുചി എന്ന് പറയുന്നത് സാധാരണയായി വീട്ടിലുണ്ടാക്കുന്ന ജ്യൂസിനേക്കാൾ വളരെ വ്യത്യസ്തമായിരിക്കും. ഏത് പഴത്തിൻ്റെ ജ്യൂസാണോ ഉണ്ടാക്കുന്നത് അവർ അതിൻ്റെ പഴമല്ല ഉപയോഗിക്കുന്നത്, മറിച്ച് അതിൻ്റെ എസൻസ് ആണ്. മാത്രമല്ല അവർക്ക് വീട്ടിലുണ്ടാക്കുന്ന ജ്യൂസിനേക്കാൾ വളരെ കൂടുതൽ കാലം കേടുകൂടാതെ ഫ്രിഡ്ജിൽ കഴിയാൻ കഴിയും. നമ്പർ 1, ലിപ്സ്റ്റിക്. ഭക്ഷണ സാധനങ്ങളിൽ നിന്ന് മാറി നമുക്ക് ലിപ്സ്റ്റിക്കിലേക്ക് ഒന്ന് ചിന്തിച്ചു നോക്കാം. നമ്മൾ സാധാരണയായി നമ്മുടെ വീട്ടിലുള്ള പെൺകുട്ടികൾ ലിപ്സ്റ്റിക് ഉപയോഗിക്കുന്നത് കാണാറുണ്ടല്ലേ? പക്ഷെ നിങ്ങളിൽ ആരെങ്കിലും ലിപ്സ്റ്റിക് എങ്ങനെയാണ് നിർമ്മിക്കുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ലിപ്സ്റ്റിക്കിന്റെ പ്രധാന ചേരുവകളിൽ ഒന്നാണ് ലാനോലിൻ. ഇത് ആടുകളിൽ നിന്ന് ലഭിക്കുന്ന ഒരു വസ്തുവാണ്. ഈ ലാനോലിൻ എന്ന് പറയുന്ന വസ്തു വെള്ളത്തിലിട്ട് തിളപ്പിച്ചതിന് ശേഷം അതിലേക്ക് കളർ ആഡ് ചെയ്താണ് ലിപ്സ്റ്റിക് നിർമ്മിക്കുന്നത്. മറ്റു രാജ്യത്തെ കണക്കനുസരിച്ച് ഏകദേശം അവിടുത്തെ സ്ത്രീകൾ അവരുടെ ജീവിതകാലത്ത് ഏകദേശം 4.5 കിലോഗ്രാം ലിപ്സ്റ്റിക് ഉപയോഗിക്കുന്നുണ്ട്. തീർച്ചയായും ലിപ്സ്റ്റിക് ഉപയോഗിക്കുന്നവർ ഇതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചിട്ട് കൂടെ ഉണ്ടാവില്ല.